ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഊർക്കാപ്പുളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഊർക്കാപ്പുളി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള ഊർക്കാപ്പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായിട്ട് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് 1.5 പീസ് ശർക്കരയാണ്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പച്ചമുളക് കണ്ടിട്ടുള്ളത് ഭംഗി കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. സാധാ പച്ചമുളകാണെങ്കിൽ എടുത്താൽ മതി. പിന്നെ വേണ്ടത് കറിവേപ്പില. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ അച്ചാറുണ്ടാക്കാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നന്നാകെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം കേട്ടോ. അതെല്ലാം ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഊർക്കാപ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കടുകും പച്ചമുളകും കറിവേപ്പില ഊർക്കാപ്പുളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് പുറമെ നമ്മൾ അച്ചാർപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അച്ചാർപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഞാൻ അതുപോലെ തന്നെ പീസ് ഒരു നടുഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കഴുകിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ പീസ് കട്ട് ചെയ്ത് കണ്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അത് സെയിമായിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഇനിയിപ്പോൾ ഈ ഊർക്കാപ്പുളിയും ശർക്കരയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് അതിലേക്കൊന്ന് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത്. അത് അടപ്പ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഊർക്കാപ്പുളി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അത് പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ശർക്കര ഒന്നുകൂടി ഒന്ന് മെൽറ്റായി കിട്ടാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കരയിൽ നിന്നും ഊർക്കാപ്പുളിയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്.
നമ്മളിതിലേക്ക് ഇനി വിനാഗിരി സുർക്ക അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ തന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളമായിട്ടുള്ളതും അത്യാവശ്യത്തിന് പുളി ഉറുക്കാപ്പിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിനുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഉറുക്കാപ്പിളിയുടെ ആ ഒരു പുളി ബാലൻസ് ചെയ്യാൻ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റാക്കി കിട്ടുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ ആ പുളിയും മധുരവും കൂടി എരിവും മധുരവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ബാലൻസ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിവെന്ന് പറയുന്നത്. നല്ല അടിപൊളി അച്ചാറാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.